ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോംബ് റൈഡർ കിങ്ങിന്റെ എപ്പിസോഡ് 1 ആണ്. എപ്പിസോഡ് 1ന്റെ തുടക്കത്തിൽ ഒരു സ്ഥലത്ത് ആരൊക്കെയോ ചത്തു കിടക്കുന്നത് കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ സോഡ് പിടിച്ചു നിൽക്കുന്ന കഥാനായകനെ കാണിക്കുന്നു. അവൻ പൊരുതുന്നത് അവനേക്കാൾ എത്രയോ ശക്തി കൂടിയ സ്നേക്ക് മോൺസ്റ്ററിന്റെ കൂടെയാണ്. നമ്മുടെ ഹീറോയിനെ കാണാൻ സോളോ ലെവലിംഗിലെ ജിൻമുവിനെ പോലെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ പാമ്പ് ഉടനെ തന്നെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കും. അവൻ വേഗത്തിൽ അവിടെ നിന്ന് ഓടി പാമ്പിന്റെ മുകളിലേക്ക് ചാടും. എന്നിട്ട് അതിന്റെ പല്ലിന് കത്തി കൊണ്ട് ഉരസിക്കൊണ്ട് താഴേക്ക് വരും. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടാകില്ല. എന്നിട്ട് അവൻ വീണ്ടും പാമ്പിനെ ആക്രമിക്കും. അവന്റെ ശക്തി അവൻ ആ കത്തിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ പാമ്പിന് മുകളിലേക്ക് ചാടും. പക്ഷേ പാമ്പിനത് തിരിച്ചറിയാൻ കഴിഞ്ഞു. പാമ്പ് ഉടൻ തന്നെ അവനെ വാലുകൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. അവനാണെങ്കിൽ ചുമരിനടിച്ച് താഴേക്ക് വീണു. ആ സമയം തന്നെ പാമ്പ് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അവൻ അവിടെ നിന്ന് വേഗം തന്നെ മാറിക്കളയും. പാമ്പ് ആ ചുമരിലിടിച്ച് പാമ്പിന്റെ തല ചുമരിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നു. നമ്മുടെ ഹീറോ വേറൊന്നും ചിന്തിക്കാതെ ആ പാമ്പിന്റെ തലയിലേക്ക് കത്തിയിറക്കി. പാമ്പിന് ഒരുപാട് ശക്തമായ തൊലിയായതുകൊണ്ട് ആ കത്തിയുടെ പകുതി നശിച്ചു പോകുന്നു. പിന്നോട്ടേക്ക് ചാടിയ നമ്മുടെ ഹീറോ വായുവിലൂടെ ഇങ്ങനെ പറക്കുകയായിരിക്കും. അതു കണ്ട പാമ്പ് അവന്റെ പകുതി ശരീരം കടിച്ചെടുക്കുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം ഒഴുകുന്നുണ്ടാവും. പാമ്പിന്റെ കണ്ണിലേക്ക് അവൻ കത്തി കൊണ്ട് ആഞ്ഞു കുത്തി. എന്നിട്ടും പാമ്പ് അവനെ വിട്ടില്ല. പാമ്പാണെങ്കിൽ അവനെ തറയിലേക്ക് അടിച്ചു വീഴ്ത്തി. വേദന കൊണ്ടവൻ അലറി വിളിക്കാൻ തുടങ്ങി. എനിക്കിങ്ങനെ നടക്കാൻ കാരണം നീയാണ് ടേയ്ജൂൻ കുവാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിനുശേഷം നേരത്തെ നടന്ന ഒരു സംഭവം കാണിക്കുന്നു. ഒരാൾ അവനോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. അത് നടന്നാൽ അവന് റിവാർഡ് കിട്ടുമെന്നും പറയുന്നു. എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാകും. അവൻ ആ കത്തിയുടെ പകുതി വീണ്ടും എടുക്കും. ആ സമയം ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. ജൂഹിയോൺസു 38 വയസ്സ്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ പാമ്പടക്കം എല്ലാം സ്റ്റക്കായി നിൽക്കുന്നുണ്ടാകും. നിനക്കെന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ മനുഷ്യ? അവൻ പറയും, ഉറപ്പായിട്ടും നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പാമ്പെന്നെ വേട്ടയാടുന്നത് നിങ്ങൾ കാരണമാണോ? ആ ശബ്ദത്തിന്റെ ഉടമ ചിരിച്ചുകൊണ്ട് പറയും, നിന്റെ ശരീരം നോക്ക്, 2 പകുതിയായി കിടക്കുന്നു. ആ പാമ്പിനെ ഇല്ലാതാക്കിയാലും നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇതെല്ലാം വിധിയാണ്. നീ ഇവിടെ വന്നതും ഇവിടെ മരിക്കാൻ പോകുന്നതും. ഇങ്ങനെയുള്ള ജീവിതമാണോ നീ ആഗ്രഹിച്ചത്? അവൻ പറയും, ഞാനിങ്ങനെ നരകതുല്യമായി കിടക്കുന്നതിന് കാരണം നീയാണ് ടേയ്ജൂൻ കുവാൻ. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്കിങ്ങനെ മരിക്കാൻ കഴിയില്ല. ആ സമയം ആരോ മുകളിൽ നിന്ന് വരുന്നു. നീ ഇവിടെ മരിക്കാൻ പോകുന്നു. പക്ഷേ എനിക്കതൊക്കെ മാറ്റിമറിക്കാൻ കഴിയും. അവൻ നോക്കുമ്പോൾ വെളിച്ചത്തിൽ നിന്ന് 4 കണ്ണുകളോടെ ഒരു കാക്ക പറന്നു വരുന്നു. എന്നിട്ട് പറയും, ഞാൻ നിനക്കൊരു അവസരം തരാം. നിനക്ക് രാജാവാകാൻ കഴിയുമോ എന്ന് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിനക്ക് ഞാൻ തന്ന അവസരം നീ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയണം. ആ കാക്ക നമ്മുടെ ഹീറോയിന് ശക്തികൾ കൊടുക്കാൻ തുടങ്ങി. മിന്നലടിച്ച പോലെ അവന്റെ ശരീരം പഴയ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. കണ്ണു തുറക്കുമ്പോൾ അവൻ ഒരിടത്ത് ഇരിക്കുകയായിരിക്കും. ആ കാക്ക ഏതോ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവൻ ശ്രദ്ധിക്കും, എന്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ജീവനോടെ ഉണ്ട്. അവനിങ്ങനെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവിടെയുള്ളവരൊക്കെ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവനൊരു പോലീസ് സ്റ്റേഷനിലായിരിക്കും ഉണ്ടാവുക. അവിടെയുള്ള സ്ത്രീ പറയും, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കി. പോലീസുകാരൻ പറയും, നീ ഇതുവരെ നിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. അങ്ങനെ നമ്മളുടെ ഹീറോ അവർ ചോദിച്ചതിന് ഉത്തരം നൽകുന്നു. ആ 4 കണ്ണുള്ള കാക്ക അവനെ എന്താ ചെയ്തതെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. പോലീസ് പറയും, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? പോലീസുകാരൻ പറയുന്നതിനിടയിൽ അവനൊരു കാര്യം ശ്രദ്ധിക്കും. ഇത് 2025 അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ പാസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. ത്രോൺ ഓഫ് ദ കിങ് ആവാനുള്ള ചാൻസ് ആണ് കാക്ക അവന് കൊടുത്തിരിക്കുന്നത്. ആ 4 കണ്ണുള്ള കാക്ക ഒരു ഗോഡ് ലെവലാണെന്ന് തോന്നുന്നു. ആ സമയം ആ സ്ത്രീ വന്നിട്ട് പറയും, നീ എന്താ പോലീസുകാരൻ പറഞ്ഞതിന് ഉത്തരം നൽകാത്തത്? അവിടെ ഇരിക്കുന്ന പയ്യൻ അവനെ നോക്കി ചിരിക്കുന്നുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാകുന്നത് ഇവൻ എന്റെ അടുത്ത് വന്ന് അടിയുണ്ടാക്കിയിരുന്നു. എല്ലാം തുടങ്ങിയിട്ടത് ഇവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ അടിച്ചത്. അതിനുവേണ്ടി അവൻ അവന്റെ അമ്മയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അവന്റെ അമ്മ പറയും, നീ എന്തിനാണ് എന്റെ മകനെ അടിച്ചത്? അവൻ നിന്റെ ഹൈ സ്കൂളിലെ സീനിയർ ആണ്. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോഴാണ് അവന് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനെ അടിച്ചതിന് മാപ്പ് പറയുകയും പണം കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ കാലത്താണ്. എന്റെ കയ്യിലാണെങ്കിൽ പണവുമില്ല. അങ്ങനെ ആ ദുഷ്ടനായ ചെക്കന്റെ അമ്മ നമ്മുടെ ഹീറോവിനെ അടിക്കാൻ വേണ്ടി കൈപൊക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉടൻ തന്നെ അവൾ അടിക്കുന്നത് തടയുന്നു. എല്ലാവരും ചിന്തിക്കും, ഇവൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവളെ തടഞ്ഞത്? എന്നിട്ട് ഹീറോ പറയും, നിങ്ങളുടെ മകനാണ് എന്നോട് പ്രശ്നമുണ്ടാക്കാൻ വന്നത്. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ പണം കളയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ആ സമയം ആ ചെക്കൻ വന്ന് നമ്മുടെ ഹീറോവിനെ അടിച്ച് താഴെയിടാൻ നോക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് നിലത്തടിച്ചിടും. നമ്മുടെ ഹീറോവിന്റെ ശരീരം ഒരുപാട് ലൈറ്റ് ആയതുപോലെ അവന് തോന്നുന്നുണ്ടാകും. ആ 4 കണ്ണുള്ള കാക്ക പറഞ്ഞത് ശരിയാണ്, എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നു. 15 വർഷം മുമ്പ് നടന്നതൊക്കെ എനിക്ക് മാറ്റിമറിക്കണം. എനിക്കെല്ലാം ശരിയാക്കണം. എന്റെ മരണം ഞാൻ ഇല്ലാതാക്കും. ആ ദുഷ്ടനായ ചെക്കൻ പറയും, നീ എന്നെ അടിച്ചല്ലേ, നീ ഇതിനൊക്കെ അനുഭവിക്കും. നീ ഇപ്പോ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. ആ ചെക്കന്റെ അമ്മ പറയും, എന്റെ മകൻ പാവമാണ്. എന്റെ മകനെ ഇവൻ ഒരുപാട് അടിച്ചു. ദയവ് ചെയ്ത്
ഇവനെ തടവ് ചെയ്ത് കൊണ്ടുപോകൂ. അതിനുശേഷം നമ്മുടെ ഹീറോവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ അങ്ങനെ ജയിലിലിരുന്ന് ചിന്തിക്കും, കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനേക്കാൾ ഇത് എത്രയോ ഭേദമാണ്. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് ഈ ഭൂമിയിലുള്ളതെല്ലാം മാറാൻ പോകുന്നു. 2025 ഭൂമി കുലുക്കത്തോടുകൂടി ഇത് തുടക്കം കുറിക്കും. ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗോപുരങ്ങൾ വരാൻ തുടങ്ങി. ആ ഗോപുരത്തിനുള്ളിൽ പഴയകാല സാധനങ്ങളും പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. ഗോപുരങ്ങൾ വന്നതിന്റെ ഫലമായി ഭൂമിയിൽ പല മനുഷ്യർക്കും വ്യത്യസ്ത തരം കഴിവുകൾ ലഭിച്ചു. അതിൽ കുറച്ചു പേർ ഭൂമിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശക്തികൾ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. കുറച്ചു പേർ വരാൻ പോകുന്ന ദുരന്തം ഇല്ലാതാക്കാൻ പ്രയത്നിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലി ആസ്ട്രോളജിയാണ്. ആ ഗോപുരത്തിന്റെ അടിയിൽ വില കൂടിയ ഒരു വസ്തു ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് എന്റെ ജീവിതം മാറാൻ തുടങ്ങിയത്. പക്ഷേ ചില സോൾജേഴ്സ് ഞങ്ങൾ ടെൻഷനിലേക്ക് പോകുന്നത് തടഞ്ഞു. അവർ പറയുന്നത് ടെൻഷനിലേക്ക് പോകാൻ കഴിയുന്നത് TKBM എന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമാണ്. പക്ഷേ അനുവാദമില്ലാതെ അവിടേക്ക് പോകുന്നവരെ സോൾജേഴ്സ് ഇല്ലാതാക്കും. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഹീറോ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടാകും. ഇവർ കാരണമാണ് എന്റെ മരണം നടക്കാൻ പോകുന്നത്. TKBM അവരെല്ലാ ടെൻഷനും അവരുടെ കൺട്രോളിലാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ ഹീറോ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് വേണ്ടി സ്മഗ്ലിംഗ് ചെയ്തു, ഇല്ലീഗൽ വസ്തുക്കൾ വിറ്റു. മറ്റുള്ളവർ ടെൻഷനിൽ നിന്ന് എടുത്തത് അവൻ അടിച്ചു മാറ്റി. ചെയർമാന് വേണ്ടി അവനെല്ലാം കൊള്ളയടിച്ചു. അങ്ങനെ അവൻ ജോലി ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഇവൻ പണത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇവനെ ഒന്നിനും കൊള്ളില്ല. അയാളെ നീ ഒരുപാട് വിശ്വസിക്കല്ലേ, അയാൾ നിന്നെയും ഇല്ലാതാക്കും. നമ്മുടെ ഹീറോ ചിന്തിക്കും, അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല, എന്റെ വഴിയിൽ വരുന്നതൊക്കെ ഞാൻ ഇല്ലാതാക്കി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഹീറോ നേരത്തെ തന്നെ ആ ജോലി ഏറ്റെടുത്തിരുന്നു. ടെൻഷനിൽ വെച്ച് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളിവിടെ വരാൻ പാടില്ലായിരുന്നു, ഇതൊരു ട്രാപ്പാണ്, നമ്മളിവിടെ മരണപ്പെടും. ഇതൊക്കെ ജയിലിലിരുന്ന് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നുണ്ടാകും. ടെൻഷൻ ഇവിടെ വന്നതിന് ശേഷം ഗവൺമെന്റിനോടുള്ള ഭയം എല്ലാവർക്കും ഇല്ലാതായി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് കിട്ടിയ അവസരം എനിക്ക് ശരിയായി ഉപയോഗിക്കണം. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. ആ സമയമാണ് സിസ്റ്റം സ്ക്രീൻ ഒരു കാര്യം കാണിക്കുന്നത്, നമ്മുടെ സോളോ ലെവലിംഗ് പോലെ. അതിൽ ടോംബ് റൈഡർ ജൂഹ്യൻ സു എന്ന് കാണിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവന് തലവേദന തന്നെ ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും ഒരു എഴുത്തു കാണിക്കുന്നു, പിക് പോക്കറ്റർ ആയിട്ട് കൂടി നീ ഒരു ഷോവല് പോലും ഉപയോഗിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊരു കാര്യം ഞാൻ ചെയ്യണമെന്നാണോ നീ പറയുന്നത്? ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ പറയും, 4 കണ്ണുള്ള കാക്കേ, നീ എവിടെയാണ്? നീ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വീണ്ടും ആ സ്ക്രീന് വരാൻ തുടങ്ങി. ടോംബ് റൈഡർ ബേസിക് സ്കിൽ സ്പൈ ജോലിക്ക് F റാങ്ക് കൊടുത്തിരിക്കുന്നു. അവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സ്ക്രീനിന് നേരെ അടിക്കാൻ തുടങ്ങി. കാക്കയെ പുറത്തു വരൂ, എന്റെ ജീവിതം നീ ഒരു ഗെയിം പോലെയാക്കി മാറ്റി. അങ്ങനെ വീണ്ടും ഒരു എഴുത്തു വരുന്നു, തീർച്ചയായിട്ടും നീ 4 സ്കില്ലുകൾ പുറത്തെടുത്ത് നിന്റെ ഉള്ളിൽ വെച്ചിരിക്കണം, എന്നാലേ നിനക്ക് ജീവിക്കാൻ പറ്റൂ. അവൻ ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അവൻ അവന്റെ സ്കില്ലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. താഴെ കിടക്കുന്ന കൂറയെ അവൻ സൂം ചെയ്ത് നോക്കാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ ആസ്ട്രോളജി ജോലിയിലെടുത്ത വസ്തുക്കൾ കാരണമാകും. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല. സ്ക്രീനിലെ സ്റ്റാറ്റസിൽ 1/4 എന്നിങ്ങനെ കാണിക്കുന്നത്. എന്തോ ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ 3 ചെയ്തിട്ടില്ല. അപ്പോൾ ആരോ അവിടേക്ക് വരുന്നു, അവനെ ജയിലിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ. അവന്റെ കൂടെ ഹൈസ്കൂളിലുള്ള ഒരുത്തനായിരിക്കും അത്. നമ്മുടെ ഹീറോവിനോട് അവൻ ചോദിക്കും, ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാതിരുന്നൂടെ? നമ്മുടെ ഹീറോ അവനോട് നന്ദി പറയുന്നു. ജിയോൺ വു കിം ഒരു ഡിറ്റക്റ്റീവാണ്. ഡിറ്റക്റ്റീവ് ചോദിക്കും, നീ ഇങ്ങനെ ആരോടും നന്ദി പറയാറില്ലല്ലോ, നിനക്ക് എന്ത് പറ്റി? ഹീറോ ചിന്തിക്കും, എന്നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഇവൻ മാത്രമാണ്. ജൂഹിയോൺ ചോദിക്കും, ആർക്കെങ്കിലും മോൺസ്റ്റർ കാരണം പവർ ലഭിച്ചിട്ടുണ്ടോ? ഡിറ്റക്റ്റീവ് ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മാത്രം സൈക്കിക് പവർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എവിടെയൊക്കെ പണം ഒളിപ്പിച്ചു വെച്ചാലും അവൾ അത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളുടെ ഹീറോയിന് മനസ്സിലാകും, ഇവൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ടോംസ് വരുമ്പോഴാണ് ആളുകൾക്ക് പവർ ലഭിക്കുന്നത്. ആ സമയം ഹീറോവിന്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വരുന്നു. എന്റെ പണം നീ കൊണ്ടുവന്നോ എന്നൊക്കെ ഹീറോവിനോട് ചോദിക്കുന്നു. അവരൊക്കെ ഹീറോവിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഹീറോ ആണെങ്കിൽ അവരെ നോക്കി ഒരു മോൺസ്റ്റർ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്നു. എന്റെ പവർ ഉപയോഗിക്കാൻ പറ്റിയ അവസരമാണിത്. ഇവൻ ഒരു ഗാങ്സ്റ്റർ ആണ്. അവന്റെ സിസ്റ്റർ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, അതിൽ അവനും സഹായിക്കുന്നു. ഹൈസ്കൂളിൽ പണം ആവശ്യമുള്ളത് കൊണ്ട് നമ്മുടെ ഹീറോ ഇവരുടെ കീഴിലാണ് ജോലി ചെയ്തത്. നമ്മുടെ ഹീറോവിനെ ഒരു അടിമയെ പോലെയാണ് ഇവർ പണിയെടുപ്പിച്ചത്. അതിനുശേഷം ഒരുത്തൻ വന്നിട്ട് നമ്മുടെ ഹീറോവിന്റെ ചെവി പിടിച്ച് തിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗത്തിൽ തന്നെ അവനെ അടിച്ചിടും. അവൻ പറയും, ഞാനിനി നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യില്ല, എല്ലാം ഇവിടെ വെച്ച് നിർത്തണം, എനിക്ക് തരാനുള്ള പണം ഇപ്പോൾ തന്നെ തന്നോളൂ. അത് കേട്ടതും എല്ലാവരും അവനെ ആക്രമിക്കാൻ വരും. എല്ലാവരെയും നമ്മളുടെ ഹീറോ അടിച്ച് താഴേക്കിടും. അതിനിടയിൽ ഒരുത്തൻ ഒരു കത്തി എടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കും. ആ കത്തി ഒരു റെയർ ഐറ്റം ആണെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. ഇതെങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്? ഉറപ്പായിട്ടും ആ ഗോപുരത്തിൽ നിന്നായിരിക്കും. അങ്ങനെ ബാക്കിയുള്ളവരെയും നമ്മുടെ ഹീറോ അടിച്ചിടുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.